2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നല്ലേ? അമ്മ ഇല്ലാത്തതാണ് ജീവിതം മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോയത്. പ്രീതി ഇത്രയും വളർന്നെന്ന് പറഞ്ഞാലും അവളെ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ. കുഞ്ഞ് ജനിച്ച ഉടനെ വിദേശത്ത് ജോലിക്ക് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. നമ്മളെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ആൾക്കാർ അങ്ങനെയല്ലേ കാണുള്ളൂ. ഡെലിവറി കഴിഞ്ഞ ഹസ്ബൻഡായിട്ട് പിരിഞ്ഞു. ഹസ്ബൻഡിൻ്റെ അമ്മ പുള്ളിക്കാരിയായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയി കുറച്ച് ആൾ. ജീവിതത്തിൽ സുഹൃത്തുക്കളെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെയും പ്രശ്നങ്ങളായി. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊച്ചുമായിട്ട് വന്ന് നിൽക്കുന്നു. പ്രശ്നങ്ങൾ ഈ ഫീൽഡിൽ ലേഡീസിനെ പിടിച്ചു നിൽക്കാൻ പാടുണ്ടോ? എനിക്കുള്ള A to Z പ്രശ്നങ്ങളും അറിയാം. എന്നോടൊപ്പം ഉള്ളത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പ്രീതി മായാണ്. നമസ്കാരം. നമസ്കാരം. അതെന്താണ് ഈ മാ? അതെൻ്റെ അച്ഛനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രീതിയുടെ കൂടെ ഒരു മായും കൂടെ ചേർത്തതാണ്. പിന്നെയാണ് ഞാൻ നോക്കിയപ്പം അമ്മയുടെ പേര് മിനിന്ന, മിനിയുടെ M, അജയകുമാറിന്റെ A ഉണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇട്ടായിരിക്കും തോന്നുന്നു. ഓ, ശരിക്കും പ്രീതി M എന്നാണോ? അല്ലല്ല, പ്രീതിമ. പ്രീതിമ. ഓക്കെ. 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നല്ലേ? ലൈഫിൽ നമ്മളൊക്കെ പൊരുതി നേടുന്ന ആളുകളെ കാണുമ്പം നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് അവരോട്. ഞാൻ അടുത്തിടെ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ വളരെ കാര്യമായിട്ട് ലൈഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മകൻ്റെ കാര്യവും ലൈഫും വിവാഹ ജീവിതവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, 2 തവണ, ഒരു തവണ നമ്മളുടെ ഒരു ആഗ്രഹ സാധീകരണത്തിന് വേണ്ടി എല്ലാവരും പറ്റിക്കാനാണെങ്കിൽ, 2ാമത്തെ തവണ ആ വ്യക്തിയോട് താങ്കൾ പറയുന്നുണ്ട് എൻ്റെ അന്നേരത്തെ അവസ്ഥ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എന്ന്. ഒന്ന് പറയാമോ എന്തായിരുന്നു ഒന്ന്? എനിക്കത് മനസ്സിലാവും. ഓരോ സെക്കൻഡും നമ്മളിപ്പോൾ ഒരാളോട് 2 മിനിറ്റ് ആ കാര്യം പറയുന്നുള്ളൂ എന്ന് വെച്ചു, പക്ഷെ നമ്മളൊരു റീല് പോലെ ടക്കേന്നടിച്ചാണ് കാണുന്നത്. എന്തായിരുന്നു സംഭവം? പറഞ്ഞ കണക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം. ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെയാണ്. ഒരു 1 ഇയർ ആണ് ഞങ്ങൾ സ്നേഹിച്ചത്. അപ്പോഴാണ് 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെറിയ കല്യാണാലോചന സംഭവങ്ങൾ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടുമെന്നൊക്കെ ഇങ്ങനെ വീട്ടിൽ സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന ആളടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് കണക്ക് വീട്ടിലിങ്ങനെ ആലോചനയൊക്കെ വരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് എന്നെ കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുശേഷം ആ രജിസ്റ്റർ മാരേജും താങ്കൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ലേ? എന്നെ വിളിച്ച് ഞാൻ അങ്ങനെ പോയി. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെറും മന്ദബുദ്ധിയായിരുന്നു, പൊട്ട ബുദ്ധിയുള്ളൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് കിട്ടിയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. അപ്പം എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു, ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അയാളാണ് എൻ്റെ ലോകം. ആ ഒരു ഇതിലേക്ക് ഞാൻ പോയി. ചെറുതിലെ അമ്മ മരിച്ച്? ആ അമ്മ ഞാൻ 7th പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. പനിയായിരുന്നു, അമ്മ മരിച്ചു. അതിനുശേഷം കുറച്ച് എല്ലാവരും ഒക്കെ നോക്കിയെങ്കിലും എൻ്റേതായ എനിക്ക് കിട്ടേണ്ട ഒരു സ്നേഹവും ഒരു ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. അതിൻ്റേതായ കുറേ ലൈഫിൽ കുറേ വിഷമങ്ങൾ അനുഭവിച്ചു. പിന്നെ ആണ് ഇതേ കണക്ക് ഒരാൾ സ്നേഹിച്ചപ്പം ഭയങ്കരമായിട്ട് ഞാൻ അതിലങ്ങ് വീണ് പോയി. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ വേറൊരു ലൈഫുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടു ഇങ്ങനെ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് എല്ലാവരും പേടിപ്പിക്കുക, ആ കല്യാണം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടുകാരെ പേടിപ്പിച്ച്. അങ്ങനെ അച്ഛന് തോന്നി ഇനിയിപ്പം ഞാൻ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അയാളില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു ഇത് അച്ഛനും മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അച്ഛൻ കല്യാണം നടത്തി തന്നു. കല്യാണം നടത്തി തന്നതിന് ശേഷം പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെയും പ്രശ്നങ്ങളായ സമയത്ത് ഇത് കണക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരാണ്, എൻ്റെ ബന്ധുക്കൾ ഫുള്ളും. അവരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് വേണ്ടെന്ന്, പക്ഷേ നീ ഒറ്റൊരുത്തി കാരണം. ആ ഒരു കുറ്റപ്പെടുത്തൽ കേട്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആരുടെ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം അച്ഛൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു ടൈമുണ്ടല്ലോ ഓഡിറ്റോറിയത്തിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കാണുന്നില്ല, മാറി നിന്ന് കരയുക. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് യാത്ര പറയാനായിട്ട് പോയി സംസാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അവസാനമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, പോയി നല്ല രീതിയിൽ ജീവിക്ക്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നെ അറിയിക്കാനോ എൻ്റെ അടുത്തൊന്ന് പറയാനോ ഇടവരുത്തരുത്, നല്ല രീതിയിൽ ജീവിക്കണം, അത് മാത്രം കണ്ടാൽ മതി, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചേ. അപ്പോൾ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ ഒരുപാട് അമ്മ മരിച്ചതിന് ശേഷം ഒറ്റപ്പെട്ട് ഭയങ്കര വിഷമത്തിൽ ആ ഒരു ഇതിലാണ് മെൻറ്റാലിറ്റിയിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അച്ഛനും ഒരുപാട് വിഷമങ്ങളുണ്ട്, നമുക്കറിയാം ഒറ്റയ്ക്കായതിൻ്റെ.
അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഉണ്ടായ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ അതുമല്ല, അച്ഛൻ എൻ്റെ കാല് വരെ പിടിച്ചതാണ്, വേണ്ട കല്യാണം വേണ്ട വേണ്ട എന്നുള്ളത്. പക്ഷെ അന്നത്തെ നമ്മുടെ ആ ഒരു ഇതങ്ങനെയാണല്ലോ, എനിക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ പ്രണയം സ്നേഹം ആദ്യമായിട്ട് കിട്ടിയ സ്ഥലം, ലൈഫിൽ ഒരുപാട് പേരുടെ വീടുകളിൽ കൂടെ ജീവിച്ചിട്ട് നമുക്കെന്ന് പറഞ്ഞ ഒരാൾ വരുന്ന സമയം അല്ലേ, ഇതൊക്കെ അല്ലേ മനസ്സിലാവും. എന്നിട്ട് അങ്ങനെ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് കുറേ ഇഷ്യൂസ് ഉണ്ടായത്. അവിടുന്ന് എല്ലാവരും ആരും എന്നെ അങ്ങനെ ഒരു കെയറിങ് തരുമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡിന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെയാണ് ഞാൻ പോയി നിന്നത് ഡെലിവറി ടൈം വരെയൊക്കെ. അവിടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹവും വേറെ ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എന്നെ നോക്കാൻ ആരുമില്ല. പുള്ളിക്ക് ഗൾഫിലായിട്ടായിരുന്നു ജോലി റെഡിയായിരുന്നത്, പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൊക്കെ ആയി എന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കി. ആ സമയത്തും ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. കാര്യം പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തും ആ വീട്ടിലും ആരും ഉണ്ടാവത്തില്ല. അപ്പം 1-2 പ്രാവശ്യം എനിക്ക് പെയിൻ വന്ന സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ കുറേ മാനസികാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ സിനിമയിൽ കാണുന്നതല്ല ആരുടെയും ജീവിതം. അതായത് ഒരു പാട്ട് തീരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നതല്ല. നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാവരും ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ മുതൽ എല്ലാവരും നമ്മളെ തലയിൽ വെച്ച് നമ്മളങ്ങനെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അമ്മയില്ലല്ലോ, അമ്മ ഇല്ലാത്തതാണ് ജീവിതം മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോയത്. അമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല. എത്രയായാലും എൻ്റെ ആ ഒരു പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ ടൈമിൽ ഓടിയെത്തുന്നത് എൻ്റെ അമ്മയായിരിക്കും അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ആ ടൈമിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നതും എനിക്ക് കിട്ടാതെ പോയതും എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ കാരണം 2 തവണ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം പറയാനുള്ളൊരു കാരണം തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ അതിജീവിച്ചിട്ട് നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വിളിക്കില്ലല്ലോ. അന്നത്തെ പ്രീതി അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്നത്തോടുകൂടി പോയിരുന്നെങ്കിൽ, നമ്മളെല്ലാവരും മൊഡ്യൂൾ ചെയ്തപ്പെടുന്നത് കഠിനമായിട്ടുള്ള ഏറ്റവും പ്രയാസം നിറഞ്ഞ വഴിയിലൂടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ടുള്ളൂ. അങ്ങനെ ഒരു രീതി വെച്ചാൽ പ്രീതി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10ഓളം സ്ത്രീകളുടെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ സൗണ്ട് എടുക്കുന്നു. അതിൽ കൂടുതൽ 10-20 അനുകരിക്കും അല്ലേ. 10-20. അമ്മയുടെ കാര്യം പറഞ്ഞു. പ്രീതിയോട് എനിക്കൊരു കാര്യം, ഞാനൊരിക്കലൊരു അമ്മമാരെ മഹത്വൽക്കരിച്ചുകൊണ്ടോ അല്ല ഒരു സ്ത്രീയുടെ കടമയാണ് ഇതുകൊണ്ടൊന്നും അല്ല ചോദിക്കുന്നത്. വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ്. മോനുണ്ട്, മോൻ ഇപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെയാണ്, അവന് അമ്മയെ വേണ്ടേ? ഞാൻ നോക്കുന്നുണ്ട്, എൻ്റെ മോനെ നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് നിർത്താൻ പറ്റാത്തതാണ് എൻ്റെ ഭാഗത്തുള്ള ഒരു. അതും ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പേര് എൻ്റെ നാട്ടിലുള്ളവരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പറയുന്നത് എത്രയൊക്കെ ആണെങ്കിലും തെരുവി ജീവിക്കുന്ന പെണ്ണുങ്ങൾ വരെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എനിക്കൊരു ആങ്ങളുണ്ട്, അനിയൻ. ഇപ്പം അവനെ നോക്കണം, അവനെ പഠിപ്പിക്കണം. പിന്നെ ഈ പറഞ്ഞ കണക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ചിലവിന് തരാനൊന്നും ആരുമില്ല. പിന്നെ മോൻ വലുതായി വരിക, അപ്പോൾ അവൻ്റെ കാര്യം ഞാൻ തന്നെയാണ് കൂടുതൽ നോക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് നിർത്താൻ എനിക്ക് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അറിയാം, ഞാൻ ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. വർക്കും കാര്യങ്ങളും ഇവിടെ ആയതുകൊണ്ട് ഇവിടെ താമസിപ്പോൾ ഒരു 6 വർഷത്തോളമായി. ഇപ്പോഴ് പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരിയുണ്ട്, അവളാണ് എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ ഒരു ഫ്രണ്ടിനെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏറ്റവും അടുത്ത് 1-2 പേർക്ക് മാത്രമേ എന്നെ പറ്റിയിട്ട് അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം എന്താണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കുറേ പേര് ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ അവസ്ഥ ഇങ്ങനെയാണ്. നാളെ എനിക്ക് കുഞ്ഞിനെ എൻ്റെ കൂടെ കൊണ്ട് നിർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പം ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇപ്പം തൽക്കാലം മോൻ അവിടെ നിൽക്കട്ടെ, നിന്നിട്ട് അല്ലെങ്കിൽ മോനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും എൻ്റെ അനിയൻ്റെ കാര്യം എല്ലാം അവതാളത്തിലാവും. എന്ന് വെച്ചാൽ എനിക്കൊരു വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ മോനെ എനിക്കൊന്ന് കൊണ്ടുവന്ന് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്തൊക്കെ നിർത്തി പഠിപ്പിക്കാനോ ഉള്ള രീതിയിലുള്ളൊരു സാമ്പത്തിക ശേഷിയിലോട്ട് ഞാൻ വന്നിട്ടില്ല. മോൻ എത്ര വയസ്സായി? മോനിപ്പോൾ 7 വയസ്സ് കഴിഞ്ഞ്. 7 വയസ്സ് കഴിഞ്ഞ്. നിങ്ങൾ ശരിക്കും പിരിയുന്നത് എന്നാണ്? ഡെലിവറി കഴിഞ്ഞ് ഹസ്ബൻഡായിട്ട് പിരിഞ്ഞു. പിന്നെ എപ്പോഴാണ് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞ്? ഹസ്ബൻഡിനെ ഏൽപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കൈക്കുഞ്ഞായിരുന്ന സമയത്താണ്. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ അച്ഛൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അയലത്തുള്ളവരും എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ അധികം ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞും കേട്ടും പിന്നെ എൻ്റെ കുറേ അവസ്ഥയെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ മനസ്സിലായി എന്താ കുറേ പ്രശ്നങ്ങളിലാണ്
എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ പറഞ്ഞ് നീ അവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ മോനെയും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയ സമയത്താണ് ഇങ്ങനെ കോമഡി ഉത്സവം ഇതിലൊക്കെ പോയതും ഓഡിഷനൊക്കെ പോയത്, സെലക്ട് ആയതും ഒക്കെ. അന്ന് ഉണ്ടായിരുന്നോ ഡബിങ് അല്ലെങ്കിൽ മിമിക്രി? ഞാൻ ചെറുതിലെ തൊട്ട് മിമിക്രി ചെയ്യും. പിന്നെ സ്കൂൾ കലോത്സവം, നമുക്കിങ്ങനെ ഒരു ഇതണക്ക് ചാനലിൽ ഒരു വേദി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നപ്പോഴാണ് ഇങ്ങനെ പോകാനൊക്കെ അവസരം. ഞാൻ കോമഡി ഉത്സവം അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ, മഴവിൽ മനോരമ എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മിമിക്രി ചെയ്തിട്ടുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ ആണോ? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്ന ഫ്ലവേഴ്സിൽ. അപ്പം അങ്ങനെ പരസ്യം കണ്ട് ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത്, ഇപ്പോൾ കുഞ്ഞിനായിട്ടൊക്കെ പോയത്, ഓഡിഷനൊക്കെ പോയത്. അങ്ങനെ പിന്നെ ഞാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു മൈൻഡ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അങ്ങനെ എന്തായാലും പോയി, ഞാൻ സെലക്ട് ആയി, അങ്ങനെ പോയി പെർഫോം ചെയ്ത്. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ മൊത്തത്തിൽ ഈ മരണത്തിന് വന്നവരും എല്ലാവർക്കും സംസാരം എൻ്റെ ഒരു കാര്യമാണ്. ഞാൻ കൊച്ചുമായിട്ട് വന്ന് നിൽക്കുന്നു, പ്രശ്നങ്ങൾ, ഹസ്ബൻഡിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അവരെ വീട്ടുകാരെ വിട്ട് ഞാനുണ്ടായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച. മരണം കഴിഞ്ഞ് അച്ഛൻ്റെ മരിപ്പിന് വന്നവരൊക്കെ ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ മാനസികമായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എനിക്ക് വന്ന് നിൽക്കാനൊരു വീട്, എന്നെ നോക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ വന്ന് നിന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം അച്ഛൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോവുക. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സൊക്കെ ചോദിച്ച് ഞങ്ങളുടെ കൂടെ ആരെങ്കിലും കൂടെ വരുന്നോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരെയും കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കല്യാണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവരാലോചിച്ചപ്പം അവരുടെ, അതായത് ഞങ്ങളുടെ ഫാമിലിക്കൊത്തൊരു ബന്ധമല്ല എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ടാണ് അവരതിനെ എതിർത്തത്. അങ്ങനെ പിന്നെ പണ്ട് നമ്മളെ നോക്കിയിരുന്നു അമ്മ മരിച്ച സമയത്ത്. പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മളെ നോക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ബാധ്യതയാവത്തേ ഉള്ളൂ. അനിയനെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്, ഇതേ കണക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് നിന്നാണെങ്കിലും. ഇപ്പം അവനെ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും കുറച്ച് ദിവസം നോക്കും, പിന്നെ ആരും നോക്കത്തില്ല. അങ്ങനെ ഇതെനക്ക് ഹസ്ബൻഡിൻ്റെ അമ്മ, പുള്ളിക്കാരിയായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും, എൻ്റെ അടുത്തും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൂട്ടായി. അവർ പറഞ്ഞ് മോനെ കൊണ്ട് കുറച്ച് ദിവസം അവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ട് മോനെ അവിടെ കൊണ്ട് നിർത്തി. ആ സമയത്താണ് ഞാൻ ജോലി അന്വേഷിക്കാൻ പോയത്. ഞാൻ ജോലി അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പരിചയത്തിലുള്ള ഒരു ചേട്ടനും ചേച്ചിയും പരിചയപ്പെട്ട്. അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ, അപ്പോൾ അവർ പറഞ്ഞ് ഒരു തൽക്കാലം റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. തൽക്കാലം നിനക്ക് എന്തെങ്കിലും ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയി കുറച്ച് ആൾ. അങ്ങനെ ഇന്നപ്പോഴാണ് അവർ എറണാകുളത്ത് പുതിയൊരു റെസ്റ്റോറൻറ്റ്. മോൻ എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? മോനൊരു 3 വയസ്സൊക്കെ. അങ്ങനെ എറണാകുളത്തോട്ട് വന്ന സമയത്താണ് പിന്നെ എൻ്റെ അനിയന് എന്തൊക്കെയാവും പറഞ്ഞ് ഇനി ആരും കൂടെ നിൽക്കുന്നില്ല, അവന് മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹോസ്റ്റലിലെ കാര്യങ്ങളും. അപ്പോൾ അവൻ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കും, സൂപ്പറായിട്ട് പഠിക്കും. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ ക്ലാസ് ഫസ്റ്റാണ്. അവന് ഭയങ്കര എന്നെപ്പോലെയല്ല, ഭയങ്കര ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു അവനെ പഠിപ്പിക്കണം, അവനെ കൈയൊഴിയരുത്. നാളെ എന്നെ നോക്കുമില്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇപ്പം വരെ ഞാൻ അവൻ്റെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. അവന് സിവിൽ സർവീസിന് പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ കോച്ചിങ് ട്രിവാൻഡ്രത്താണ്, അതിനെ കൊണ്ട് ചേർത്ത് ഇപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം എക്സാമിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളിലൊക്കെ ഇരിക്കുക. ഇപ്പം എനിക്ക് ഒരു വൈറൽ ഫീവറൊക്കെ ആയിട്ട് കുറച്ച് ഹെൽത്ത് കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇച്ചിരി ഗ്യാപ്പായി, മോനെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ പോവാനായിട്ട് അല്ല, ഞാനത് എടുത്തു ചോദിക്കാനുള്ള കാരണം എല്ലാ ഇന്റർവ്യൂവിലും ഇത് കേട്ടിരുന്നു, അനിയനെ സിവിൽ സർവീസ് പഠിപ്പിക്കുന്നുണ്ട്, മകൻ്റെ കാര്യം, മകൻ അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന, ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊക്കെ കേൾക്കുന്ന വേറൊരു സമൂഹമുണ്ട്. അവരെപ്പോഴും പ്രീതി ഇത്രയും വളർന്നെന്ന് പറഞ്ഞാലും അവളെ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ. അതായത് ഭയങ്കരമായിട്ട് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഡിവോഴ്സ് ആയാലും ഭർത്താവ് മരിച്ചാലും കുഞ്ഞിനെ നോക്കേണ്ടത്, അമ്മയുടെ കയ്യിലുണ്ടെങ്കിലേ കുഞ്ഞ് റെഡി ആവുള്ളൂ എന്നൊരു ഫീലുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. ഇപ്പൊ തന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ വിദേശത്ത് ജോലിക്ക് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അവര് പോകുന്നത് വർക്ക് ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ഞാനും എന്റെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കാണെങ്കിലും ഞാനേ ഉള്ളൂ. പറയുന്നവർ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആദ്യം ഒന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ സുഹൃത്തുക്കളെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. സുഹൃത്തുക്കള് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ കൂടുന്ന ആളൊന്നും അല്ല ഞാൻ. ഇപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്, അവള് എന്തോ തല്ലി ഓടിച്ചാലും പോകത്തില്ല. അത്ര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടണം. എടി നിനക്ക് ഭയങ്കര ടാലന്റ് ഉണ്ട്, നീ യൂസ് ചെയ്യുന്നില്ല, നീ രക്ഷപ്പെടണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ പാസ്റ്റിലുണ്ടായ സംഭവങ്ങളാണെങ്കിലും എല്ലാം എനിക്കുള്ള A to Z പ്രശ്നങ്ങളും അറിയാം. ഞാൻ പറയാതെ തന്നെ കണ്ടും കേട്ടും അറിയാം. അവളുടെ ഫാമിലിക്ക് ആണെങ്കിലും അമ്മ അച്ഛൻ എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ എനിക്ക് അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ്. വേറെ അങ്ങനെ പുറത്ത് അങ്ങനെ ആരും ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. ചെറുതിലേ ഇല്ലായിരുന്നു അല്ലേ? ചെറുതിലേ ആരും ഫ്രണ്ട്സൊന്നും ഇല്ല. ഈ അമ്മ മരിച്ചതിന് ശേഷം ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ഒരവസരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റും. അത് എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ ഫുഡ് എനിക്ക് തരുന്നില്ല എന്നല്ല, ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഫുഡ് കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലേ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ ഫുഡ് തരും, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണ്. അല്ലാതെ ഫുഡ് കിട്ടാതൊന്നും ഉണ്ടായിട്ടില്ല. അതിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുപോയി, അതായത് ധ്യാനത്തിനെ കൊണ്ടുപോയി ടീച്ചേഴ്സ്. അതെന്തായിരുന്നു സംഭവം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ക്ലാസ്സിലൊക്കെ. ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ടീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഭയങ്കര കാര്യം. അമ്മ മരിച്ചു കഴിഞ്ഞ് കുറേ ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്ത് സ്കൂളിൽ പോയില്ല. സ്കൂളിൽ വന്ന സമയം തൊട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ലൈഫേ മാറിയില്ലേ. പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, കുഞ്ഞനിയൻ, ഞാൻ ഒരു അങ്ങനെയായിരുന്നു വീട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അനിയനെ അങ്ങ് വേറെ കൊണ്ടുപോയി, എന്നെ അങ്ങ് വേറെ അമ്മയുടെ ഫാമിലിയിലോട്ടും കൊണ്ടുപോയി, അവനെ അച്ഛൻ്റെ ഫാമിലിയിലോട്ടും കൊണ്ടുപോയി. അച്ഛൻ ഒറ്റയ്ക്കായി. അപ്പോഴത്തേക്ക് നമ്മുടെ പെട്ടെന്നല്ലേ അമ്മ മരിച്ചവിടെ ജീവിതം മാറിയത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോഴത്തേക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത ഫീലിങ്സും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചെറുപ്രായം. അതെ അതെ. പിന്നെ അതുപോലെ ഈ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും പാരൻസ് വരുന്നു, എൻ്റെ അമ്മ ഇല്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടും വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയി. ആ സമയത്താണ് ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും കൂടെ എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി. ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ. എന്ന് വെച്ചാൽ ഞാനൊന്ന് ഓക്കെ ആയി വരാൻ അങ്ങനെയൊക്കെ. അല്ലെ, ഏത് മാർഗത്തിലൂടെയും പഴയ പ്രീതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ എറണാകുളത്ത് ജോലി തപ്പി വന്നു, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ എങ്ങനെയായിരുന്നു പിന്നെ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് പിന്നീട് എത്തപ്പെടുന്നത്? ഈ ഡബിങ് മേഖലയും. ഡബിങ് ഞാൻ മിമിക്രി ചെയ്യുന്നുണ്ടല്ലോ. മിമിക്രി ചെയ്യുന്നത് കൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു വെബ് സീരീസോ സിനിമയോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവർക്ക് ഡബ് ചെയ്യാൻ ഞാൻ വോയിസ് മാറ്റി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ ആയി. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഡബിങ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ. ഇപ്പം എങ്ങനെയുണ്ട്, സ്ഥിരമായിട്ട് വർക്കുകളൊക്കെ ഉണ്ടോ? വർക്കുകൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് വർക്ക് കുറവായിരിക്കും, ചില സമയത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ. എങ്ങനെ പോകുന്നു ഇപ്പം ഈ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒക്കെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടില്ലേ? സ്റ്റേജ് ഷോസ് ഒക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ അതായത് ഇന്ത്യക്ക് പുറത്തൊന്നും പോയിട്ടില്ല. ഇല്ല. അല്ലാതെ ഒത്തിരി ഷോസ് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിൽ ലേഡീസിനെ പിടിച്ചു നിൽക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അല്ല, മിമിക്രി രംഗത്ത് കുഴപ്പമൊന്നുമില്ല, എല്ലാവരുമായിട്ട് ഓക്കെ ഓക്കെയാണ്. ഏകദേശം ഒരു 10-20ഓളം ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് എടുക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടില്ല, വിദേശത്ത് പോയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ ആരെങ്കിലും വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ വിദേശത്ത് ഷോയ്ക്ക് കൊണ്ടുപോകും. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് പ്രീതിക്ക് അത് കിട്ടാത്തത്? അറിയത്തില്ല. ഞാൻ ഭയങ്കര അൺലക്കിയാണ്. ഞാൻ ലക്കിയാടോ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടില്ലല്ലോ. എന്നുവെച്ചാൽ താൻ എന്നെ കണ്ടത് വലിയ ലക്കാണെന്നല്ല, തന്നെ പോലെ ഒരാളെ നമ്മൾക്ക് അറിയണമെങ്കിൽ തനിക്ക് എവിടെയോ എന്തുകൊണ്ട് ഇനിയുണ്ട്. താൻ കഷ്ടപ്പെടാൻ നല്ല ആളല്ലേ. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 28. അനിയനാ? അവന് 21 വയസ്സ് കഴിഞ്ഞു. 21 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾ തമ്മിൽ 7 വയസ്സിന് ഡിഫറൻസ് ഉണ്ടല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നന്നായിട്ട് അവൻ്റെ ആ പകൽ അതേന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ പോവാന്ന് പറയുമ്പോൾ ചേച്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണോ? അവൻ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ആൾക്കാരെ അറിയിക്കാൻ നാണക്കേട്. ആ ഒരു ഇതാണ് കേട്ടോ. അതിന് വിഷമവും കൂടെയാ. നമ്മുടെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ആൾക്കാർ അങ്ങനെയല്ലേ കാണുള്ളൂ. സിമ്പതി. സിമ്പതി അത് വേണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ആളുടെ പേരെങ്ങനെയാ? സൗരവ്. സൗരവ് അങ്ങനെയല്ല, പൊരുതി നേടിയവരെയൊക്കെ നമ്മൾ ഭയങ്കര വലിയ സ്ത്രീകളായിട്ടാണ് കാണുന്നത്. അത് ജീവിതത്തിൽ
നമ്മൾ എന്ത് രീതിയിൽ പൊരുതി മുന്നോട്ട് വന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. നിങ്ങളുടെ കഷ്ടപ്പാടും ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞില്ല ആദ്യമേ, നമ്മൾ അങ്ങനെ കഷ്ടപ്പാടുണ്ടെങ്കിലേ നമുക്കത് ബേസ് കിട്ടത്തുള്ളൂ. ബേസ് കിട്ടിയാൽ പിന്നെ നമ്മൾ ആരെയും ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല, നമ്മൾ നന്നായിട്ട് നിലനിന്ന് പോകും. ഇപ്പോൾ ഈ ഫീൽഡിലാണെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ട്, ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താ അവരോടൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മൈൻഡ് സെറ്റ്? മൈൻഡ് സെറ്റ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പറയുന്നവർ പറഞ്ഞോട്ടെ. ഇപ്പം എനിക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നും ഇല്ല. ഇപ്പം എൻ്റെ ലൈഫ് കഷ്ടപ്പെട്ട് ഇവിടം വരെ ഇത്രയൊക്കെ എത്തി വെച്ചാൽ ഒരുപാട് വലിയ ഒന്നും ആയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് എന്തുവന്നാ അസൂയുള്ളവരായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഡിവോഴ്സ് ആവാനുള്ള ഒരു കാരണം പാർവതി തിരുവോത്താണല്ലേ? എല്ലാം ചൂടുന്നെടുത്തല്ലേ. അതെന്തായിരുന്നു സംഭവം? അത് സംഭവം പാർവതി കേൾക്കണ്ട. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങിയ ടൈം, ആ സമയത്ത് ഞാൻ 2015 ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഈ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നല്ലോ, പഠിക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് ഈ സിനിമയിലെ ഈ ഡയലോഗ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുക. കഥ കടച്ചിരുന്നു റൂമിനകത്തിരുന്നു, ഹസ്ബൻഡിന്റെ വീട്ടിൽ. അപ്പം ഹസ്ബൻഡിന്റെ അമ്മ വിചാരിച്ചു ഞാൻ ആരോടെ ഫോണിൽ എന്തൊക്കെയോ പറയുക സംസാരിക്കുക എന്നുള്ള രീതിയിൽ. കഥ അടച്ചിട്ടുണ്ടല്ലോ, കഥ അടച്ചിട്ടുണ്ടല്ലോ, സ്വാഭാവികം. അവൻ ചെവി ഉറപ്പിച്ച് നോക്കിയപ്പോഴത്തേക്ക് 1000 ഇരട്ടി സ്നേഹിക്കുന്നുണ്ട്. അന്നൊന്നും അറിയത്തില്ല ഈ ഡയലോഗൊന്നും വലിയ വൈറലായോ ഒന്നുമില്ല, തിയേറ്ററിൽ ഓടി കഴിഞ്ഞ സമയം. പുള്ളിക്കാരിക്കും അറിയത്തില്ല, കുറ്റം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. ഇവർക്ക് അറിയത്തില്ല, ഇവര് ഒറ്റവെട്ടാണ് മുറിച്ചു മാറ്റം മനസ്സ് മുറിച്ചു മാറ്റം പറ്റുമോ പറ, ഇതൊക്കെ കേട്ടിട്ട് പോയതാ. അങ്ങനെ അത് വേറെ ഒരാൾ ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഫോണിൽ ഇന്നലെ ആരുടെ എന്തെങ്കിലും സംസാരിച്ച അതാരും ചോദിച്ചു, അവിടെ പരിചയത്തിലുള്ള അവിടെ അടുത്ത് ഇവരുടെ എല്ലാവരുടെയും പരിചയത്തിലുള്ള. ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞ് ഇങ്ങനെ അവിടെ വന്ന് സംസാരിച്ചായിരുന്നു. പുള്ളിക്കാരി വന്ന് ഇങ്ങനെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എന്നിട്ട് ഞാൻ വിചാരിക്കും ഞാൻ ആരെയും ഫോൺ വിളിച്ചേ, ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. ഇത് ഇങ്ങനെ സ്നേഹിക്കണമെന്നോ എന്തൊക്കെയോ പറയണേ. ഞാൻ പറഞ്ഞു അയ്യോ അതങ്ങനെയല്ല, ഞാനൊരു സിനിമ നടിയുടെ ശബ്ദം ഇരുന്ന് അകത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, അതാണ് സംഭവം. അയ്യോ അതായിരുന്നാ? ഷോ ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടപ്പോഴത്തേക്ക്. തിരുത്താൻ പോയ ആൾക്കാരെയൊക്കെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. അയ്യോ പാർവതിയുടെ ശബ്ദത്തിൽ കേക്കട്ടെ പറയാം, എന്നിട്ട് ഞാൻ പറയാം അമ്മായിമ്മ തെറ്റിദ്ധരിച്ചതാണോ പറയാം. പാർവതിയുടെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഞാൻ മീറ്റർ മാറിയ ഞാൻ പിടിക്കും. ഓക്കെ. മറ്റൊരു പുരുഷനോർത്ത് 10 ദിവസമായി കാത്തിരിക്കുന്ന പെണ്ണ ഞാൻ. വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോട്ടെന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലായിരിക്കും അപ്പോട്ടൻ താലിയിട്ട. ഇനി 1000 വർഷം ഈനകത്ത് കിടന്ന് നരയിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലം ഇത്ര ഈനകത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്ത് ഓൻ്റെ അക്ഷരങ്ങൾ വായിച്ച എൻ്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ പോയിട്ടിനെ? പരാ ഇല്ലാത്ത ആർക്കെങ്കിലും കഴിയോ? ഞങ്ങളുടെ ക്യാമറയിലെ ടീമൊക്കെ ഇങ്ങനെ വായൊക്കെ പൊളിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ശ്രദ്ധിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അമ്മായിമ്മയ്ക്ക് പക്ഷെ പാർവതി തിരുവോത്താരെന്ന് അറിയത്തില്ലാത്തോണ്ടാ. എന്താ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും തെറ്റിദ്ധരിക്കത്തില്ലേ? ഭയങ്കരമായിപ്പോയി. ഇത് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത ആരുടെ സൗണ്ടാ? അയ്യോ അത് കേട്ടാ നിങ്ങൾ പേടിക്കും. അത് അത്ര യക്ഷിയുടെ ആണോ? അല്ലല്ല, ഞാൻ പേടിക്കുന്ന യക്ഷിയുടെ മാത്രമേ ഉള്ളൂ. ആണോ? ചെറുതിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് മിമിക്രി ചെയ്യുന്നത് വിക്രമാദിത്യന് വേതാളം എന്ന് പറഞ്ഞ സീരിയല്. അതിനകത്ത് വേതാളത്തിന്റെ ശബ്ദമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അത് നീ ചെറുതാ ചിരിക്കണ്ട, അന്ന് പഠിച്ചതാ. ചെയ്യണോ? പാവം പത്മാവതി, അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? ഒരു കുമാരി കരഞ്ഞുകൊണ്ട് പോകുന്നു. നമുക്ക് എന്താണ് തിരക്കാം മഹാരാജ? ഇത് ഞാൻ 7ാം ക്ലാസ് പഠിച്ചപ്പോ എടുത്തതാണ് ആദ്യമായിട്ട്. ശരിയാവും.
ഏയ് ചില രസമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന സീരിയലായിരുന്നു. അപ്പൊ വിക്രമാദിത്യന്റെ കൂടെ ഉള്ള ആ വേതാളം ഇങ്ങനെയാ സംസാരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനത്തെ ശബ്ദമാണ്. ഞാൻ ഇത് ആരെ ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് കേൾപ്പിച്ചത്? വീട്ടിൽ അമ്മ. അമ്മ. അപ്പൊ അമ്മ ഓക്കെ. അമ്മ തലയും കുത്തി കിടന്ന് ചിരിയാ. ഞാൻ എന്ത് കാണിച്ചാലും ചിരിയാ. പിന്നെ ഭയങ്കര സപ്പോർട്ടാ. ഇത് ആദ്യമായിട്ട് പഠിച്ചപ്പോ അമ്മ പറഞ്ഞു, പിന്നെ നമ്മൾ ഓണത്തിന് അവിടെ പോത്തില്ലേ, മാമന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ എല്ലാവരും കേൾപ്പിക്കണേ. ഇങ്ങനെ അങ്ങനെ ശരിയാ, മക്കൾ എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യുന്ന സത്യം. അത് ഭയങ്കര ഫീലാണ്. അപ്പം മാമന്റെ തന്നെ റോട്ടറി ക്ലബ്ബ്, അതിലാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, അമ്മ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. പടി 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 പടി. ഓ പടി പടി അവിടെ കാണിക്കണം. ആൾക്കാർ കൈയടിക്കുമ്പോ അമ്മയുടെ മുഖം വെക്കുന്നതാണോ. ഇന്ന് അമ്മയ്ക്ക് വേണ്ടിട്ട് കൊറേ കൈയടി കിട്ടുന്നുണ്ട് മോൾക്ക് കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ ഇങ്ങനെ മിമിക്രി കാണിച്ചിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു ഐറ്റംസ് മിമിക്രി? പ്രീതിമോൾ എം.എ. പ്രീതിമോൾ എം.എ. അല്ല, പ്രീതിമ. അതെ, ഓക്കെ. അടുത്തതായി ചെസ് നമ്പർ പ്രീതിമ എ. പ്രീതിമ, ഓക്കെ. അടുത്തതായി ചെസ് നമ്പർ അല്ല, വേണ്ട. അടുത്തതായി വേദിയിലേക്ക് മിമിക്രിയുമായി എത്തുന്നത് പ്രീതിമ. പ്രീതിമ എന്നൊക്കെ പറ. പ്രീതിമ അതൊരു ബാസ് ഇട്ട് വന്നതാ. പ്രീതിമ, ഓക്കെ, പറ. അനുശ്രീയുടെ ശബ്ദം ചെയ്യാം. വിമലയിടത്തേക്ക് സ്വന്തമായി വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവൂ അരുണേട്ടാ. അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധരൻ തന്നത് ഇഷ്ടാവാഞ്ഞേ. എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? ഇതിപ്പം ഇവരുടെയൊക്കെ ഒരു ഡയലോഗ് അല്ലേ? വേറൊരു ഡയലോഗ് എന്നാ ചെയ്യാൻ പറ്റുമോ? പഠിച്ചു വെച്ച്. എന്തോ പറയണ്ടേ? അല്ലല്ല, ഞാൻ ചോദിച്ചാൽ വേറൊരു ഡയലോഗ്, വേറൊരു സിനിമയിലെ വേറൊരു ഡയലോഗ് പറയാമോ അനുശ്രീയുടെ? എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് രജിസ്റ്റർ ആയേക്കുന്നത്. മനസ്സിലായി ആൾക്കാർക്ക്. മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് നോക്ക്. അതും രജിസ്റ്റർ ആക്കണ്ടേ? അനുശ്രീയുടെ രജീഷ ഉണ്ടല്ലോ, രജീഷയുടെ അടുത്ത്. രജിഷയുടെ ഞാൻ ആദ്യം പഠിച്ച അനുരാഗരിക്കും വെള്ളത്തില്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചാണ് ലവ് എന്ന് പറഞ്ഞ സിനിമയില്. ഓക്കെ. അതിനകത്ത് ഏത് വേണം? ഏത് വേണമെങ്കിലും രണ്ടും പറഞ്ഞു അച്ഛൻ. കാരണം അവരുടെ ആദ്യ കാലഘട്ടത്തിലെ സൗണ്ട് അല്ല പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ. ഇതൊക്കെ ഈ അനുശ്രീയൊക്കെ ആദ്യ കാലഘട്ടത്തിലെ ഈ സൗണ്ട്, പിന്നീട് ഇങ്ങോട്ട് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം രജിഷ വിജയന്റെ ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ റിലീജിയൻ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് കയറി വരുന്നേ. എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ ഫ്രണ്ട്സ്, എന്റെ ലൈഫ്, ഞാൻ ഞാൻ ഞാൻ. വയ്യാതെ സെൽഫിഷ് അബി. താലി ഫക്രു, തനക്ക് പുഴുത്ത ചവിട ദ്രോഹി. ആരെയാണോ പുഴുത്ത് ചാവെന്ന് പറഞ്ഞപ്പോ ചിരിച്ചത് എനിക്ക് മനസ്സിലായി. ഇത് ആസിഫലി നിൽക്കുമ്പോ സൗബിന്റെ അടുത്ത് പറഞ്ഞു. ഇനി വേറെണ്ണം പറഞ്ഞു. ലവ് എന്നാണ് സിനിമയിൽ. വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാൻ, ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് അനൂപ എന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞ വെച്ചിട്ട് പൊക്കോ. നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. പെണ്ണുങ്ങളെ മാത്രം എടുക്കത്തോളോ? എടുക്കുമായിരുന്നു. പ്രാക്ടീസ് ഒന്നും കുറവാ. പ്രാക്ടീസ് ഒക്കെ കുറവായതുകൊണ്ട് ഇങ്ങനെ ഒതുക്കി പ്രാക്ടീസ് ചെയ്ത്. അല്ല, ഏതായിരുന്നു പ്രാക്ടീസിന് മുന്നേ എടുത്തോണ്ടിരുന്ന? മൊട്ടരാജേന്ദ്രനൊക്കെ ചെയ്യായിരുന്നു. മൊട്ടരാജേന്ദ്രൻ തമിഴിലെ. എനിക്കിഷ്ടം. ഒന്നിട്ട് ലാസ്റ്റ് എടുക്കാം. ഞാൻ കുറെ നാള് കോമഡി ഉത്സവത്തിൽ മിമിക്രി കോമ്പറ്റീഷൻ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ 3 ആക്ടേഴ്സിന്റെ എടുക്കാം. മറ്റേ ടൈം തെറ്റിയാൽ അവരോട് കൂടുതൽ ചെയ്തിട്ടുള്ള സ്പോട്ട് ഡബിങ് സിനിമയുടെ തന്നെ കട്ടിങ്സ് എടുത്തിട്ട്. അപ്പൊ 1-2 പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോഴ് ഇത് കണക്ക് അന്നൊക്കെ മൊട്ടരാജേന്ദ്രൻ ചെയ്യായിരുന്നു. ഒന്ന് എടുക്ക്. ആയിപ്പോയി കഴിഞ്ഞു. ഇല്ല, കോളമൊന്നും ആവത്തൊന്നുമില്ല. ഇല്ല. தம்பி, ஒரு ரோடிக்கு முக்கியமான விஷயம் என்ன தெரியுமா? நடை, உடை, பாவனை. நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணுமா? പ്രാക്ടീസ് ഇല്ലാത്തോണ്ടോ? അല്ലല്ല, അത് ഒരു അറ്റംപ്റ്റ് തന്നെ ഉണ്ടല്ലോ. ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നത് എല്ലാവർക്കും പറ്റണ കാര്യമല്ല. ഇപ്പം 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് വേതാളത്തിന്റെ സൗണ്ട് എടുത്തിട്ട് നമ്മളൊന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും ഒന്ന് വോയിസ് ഒന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ചമ്മലെന്ന് പറഞ്ഞൊരു സാധ്യത ഉണ്ടല്ലോ, അതിനും മറികടന്ന് വന്നില്ല. അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ പക്ഷെ ചമ്മലില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊള്ളായിരിക്കണം സാധനം. അല്ലാതെ പ്രാക്ടീസിലൂടെ പറ്റൂല. പ്രാക്ടീസ് തീരെ ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ കുറെ പുതിയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്. അതിനുള്ള ടൈമും ഒരു ഇതും മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ആരൊക്കെ ഇനി ചെയ്യുന്നത്? നമിത പ്രമോദ്. അവനെ ഹഗ് ചെയ്തതല്ലേ ഈ കുശുമ്പ്. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു വന്നിരിക്കും.
ചിലപ്പോ ഉമ്മ വെച്ചു എന്നിരിക്കും. പഠിച്ച് അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആണല്ലോ. അത് തന്നെ അത് തന്നെ. അസൂയാർഹമായ അല്ലേ? അതെ അതെ. എന്നാലും ഉമ്മ വെച്ചത് ഡയലോഗ് ഞാൻ പഠിച്ചു വെച്ചത് അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ സൗണ്ട് എടുക്കണം. ആരാ? ഷാനി ചേച്ചിയുടെ. ഷാനി പ്രഭകർ. ആ, കാരണം അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതെല്ലേ. ആ, നമുക്കൊരു ഡിബേറ്റിലിരിക്കാം. ഞാൻ ഗസ്റ്റ്. ഓക്കെ, ഷാനി ചോദിച്ചോ, ചോദിക്കേണ്ട. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. നമസ്കാരം, മനോരമ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ കൗണ്ടർ പോയിന്റിൽ ഇപ്പോൾ ഉള്ളത് ശരണ്യാണ്. ശരണ്യ അടുത്ത് ചോദിക്കാനുള്ളത് സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പല രീതിയിലും സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു സമൂഹത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ശരണ്യക്ക് 2 വാക്ക് പറയാനുള്ളത്? ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു 2 മിനിറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഓരോ സ്ത്രീകളും ഓരോ മേഖലയിൽ അവർ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമല്ല എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ, താങ്കൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ വേറൊരാൾ അനുഭവിക്കുന്നത്. പക്ഷേ എവിടെയും പുരുഷാധിപത്യം അല്ലെങ്കിൽ മേൽക്കൈ അവർക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു മേൽക്കൈ എങ്ങനെ സമത്വം നമ്മൾ പറയും, സമത്വം ഈക്വാളിറ്റി എന്ന് കിട്ടുന്നു, അന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വല്ലതും പറയാൻ പറ്റുകയുള്ളൂ. കണ്ണിക്കടി ഇനി എന്ത് പറയും? അങ്ങ് പൊലിപ്പിച്ചങ്ങ് ഞങ്ങളൊരു ഡെമോ ചെയ്തതാണ്. പക്ഷെ അത് കേട്ടു. എന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ ചിരിയെങ്കിലും പറ്റത്തില്ല. അതല്ല, എന്റെ ചിരിയെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? പോകുന്നതിനകത്ത് ചെയ്യാം. ആ, ഇച്ചിരി കേട്ട് കേട്ട് വരട്ടെ, എന്നാലേ ഉള്ളിലോട്ട് കേറത്തുള്ളൂ. നല്ല ചിരിയാ. അപ്പൊ എന്റെ ചിരി ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഷാനി നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പലയിടത്തും കേട്ടിരുന്നു ഷാൻ ചേച്ചിയുടെ നല്ല രസമായിട്ടാണ് സംസാരിക്കുന്നത്. ത്രൂ ഔട്ട് വേറെ എന്താ ഷാൻ ചേച്ചിയുടേത് അങ്ങനെ അല്ലാണ്ട് പറയാൻ പറ്റുന്നത്? ഷാനി ചേച്ചിയുടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂസിലൊരു സംഭവമാണ്. അതൊന്ന് പറഞ്ഞോ. അസം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ ഈ നിയമം ബാധകമാകുമല്ലോ അല്ലേ? ഷാൻ ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ചേച്ചി എന്നാ പറഞ്ഞു? മേലാൽ അങ്ങനൊന്നും പറഞ്ഞില്ല. പറന്ന് എന്നെ പറഞ്ഞ് ഇങ്ങനെ ആരൊക്കെയോ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചിരിച്ചു. ഞാൻ പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഫോളോ ചെയ്തേക്കുന്നു. എന്നെ ഫോളോ ചെയ്ത് വന്നേക്കും. അതുപോലെ തന്നെ എനിക്ക് പേടിയാ.